Hi, good morning. This is Lakshmi with you in OBG nursing classes. So today's topic is antepartum hemorrhage. നമ്മളുടെ ഡെലിവറിക്ക് മുൻപ് നമ്മുടെ യൂട്രസിൽ നടക്കുന്ന ഹെമറേജ് അതെങ്ങനെ നമ്മുടെ അമ്മയും കുഞ്ഞിനെയും അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറിയിൽ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആന്റിപാർട്ടം ഹെമറേജ്. ഓക്കെ, സോ എന്താണ് ആന്റിപാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്? ആന്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അപ്പുറത്തെ അങ്കിളോ ആന്റി എന്തെങ്കിലും ആണോ? ആന്റി എന്ന് പറഞ്ഞാൽ എന്താ? മുന്നിൽ എന്നുള്ള രീതിയാണ്, മുന്നേ എന്നുള്ള കാര്യമാണ്. ഇൻട്ര എന്ന് പറഞ്ഞാൽ എന്താ? ആ സമയത്ത്, അല്ലെ ആ നടക്കുന്ന സമയത്ത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട്. സോ ആന്റിപാർട്ടം, ഇൻട്രാപാർട്ടം, പോസ്റ്റ് പാർട്ടം ഉണ്ട്. അപ്പൊ നമ്മൾ ആന്റിപാർട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറിക്ക് മുന്നേ ഉള്ള ടൈമിൽ, അതൊരു പർട്ടിക്കുലർ പീരീഡ് ആണ്. ആ ടൈമിൽ നമ്മളുടെ യൂട്രസിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഹെമറേജ് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്ലീഡിങ് നടക്കുകയാണെങ്കിൽ, അതിനെയാണ് നമ്മൾ ആന്റിപാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ രണ്ട് കണ്ടീഷനാണ് നമുക്ക് ആന്റിപാർട്ടം ഹെമറേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. വൺ ഈസ് പ്ലാസന്റ പ്രിവിയ ആൻഡ് ദി അതർ വൺ ഈസ് അബ്രപ്ഷ്യോ പ്ലാസന്റ. ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. സോ ഫസ്റ്റ് വൺ ഈസ്, എന്താണ് ആന്റിപാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞാൽ? ബ്ലീഡിംഗ് ഫ്രം ഓർ ഇൻ ടു ദ ജെനൈറ്റൽ ട്രാക്ട് ആഫ്റ്റർ 22 weeks of pregnancy, but before the birth of baby is defined as antepartum hemorrhage. നമ്മളുടെ ബേബിയുടെ ഡെലിവറിക്ക് മുന്നേയുമാണ്, പക്ഷേ 22 weeks കഴിഞ്ഞിട്ടും നടക്കുന്ന ഹെമറേജിനെയാണ് ബ്ലീഡിംഗ് ഫ്രം ഓർ ഇൻ ടു ദ ജെനൈറ്റൽ ട്രാക്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റിപാർട്ടം ഹെമറേജ് അല്ലെങ്കിൽ APH എന്ന് പറയുന്നത്. നമ്മൾ ഹെമറേജ് ഇൻ ഏർലി പ്രഗ്നൻസി പഠിച്ചു, അതായത് പ്രഗ്നൻസിയുടെ ആദ്യ തുടക്ക സമയത്ത് ഉണ്ടാവുന്ന ബ്ലീഡിംഗ്. അതായിരുന്നു നമ്മുടെ അബോർഷനും നമ്മുടെ എക്ടോപിക് പ്രഗ്നൻസിയൊക്കെ ഹെമറേജ് ഇൻ ഏർലി പ്രഗ്നൻസിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ഇത് ആന്റിപാർട്ടം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 22 weeks ബട്ട് ബിഫോർ ബർത്ത് ഓഫ് ദ ബേബി നടക്കുന്ന ഡെലിവറി ബ്ലീഡിംഗ് ആണ് നമ്മുടെ ആന്റിപാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. ബിഫോർ ഇറ്റ് വാസ് 28 weeks. നേരത്തെ ഇത് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ 28 weeks ആയിരുന്നു. ബട്ട് വിത്ത് ഇപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ടെക്നിക്സും എല്ലാം ഇംപ്രൂവ്ഡ് ആണ്. സോ ഇറ്റ്സ് നൗ 22 weeks, and in UK by Royal College of Obstetricians and Gynecology it's 24 weeks. എന്തൊക്കെയാണ് കാരണങ്ങൾ? മെയിൻ ആയിട്ട് നമ്മുടെ പ്ലാസന്റ, അല്ലെ? കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന ആളാരാ അവിടെ ഇരിക്കുന്നത്? പ്ലാസന്റ. കുഞ്ഞു ഓക്കെയാണ്. യൂട്രസ്, പിന്നെ അവിടെ ആരാ വേറെ ഇരിക്കുന്ന ആള്? പ്ലാസന്റ. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ പ്ലാസന്റയാണ്. 70% ഓഫ് ദ ബ്ലീഡിംഗ് ഒക്കേഴ്സ് ഫ്രം ദ പ്ലാസന്റ, അല്ലെങ്കിൽ പ്ലാസന്റയുടെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. എന്താണ് ആ കാരണങ്ങൾ? ഒന്ന് പ്ലാസന്റ പ്രിവിയ ആൻഡ് അതർ വൺ ഈസ് അബ്രപ്ഷ്യോ പ്ലാസന്റ. ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ദെൻ അൺഎക്സ്പ്ലെയിൻഡ് ഓർ ഇൻഡിറ്റർമിനേറ്റ് ആൻഡ് എക്സ്ട്രാ പ്ലാസന്റൽ കോസസ് ഒക്കെ ചെറുതായിട്ട് വേറെ പോളിപ്സ്, ജെനൈറ്റൽ ലീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ബ്ലീഡിംഗ് നടക്കാം. പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് പ്ലാസന്റ പ്രിവിയ ആൻഡ് അബ്രപ്ഷ്യോ പ്ലാസന്റ. സോ എന്താണ് പ്ലാസന്റ പ്രിവിയ എന്ന് പറഞ്ഞാൽ? ഹിയർ ദ പ്ലാസന്റ ഈസ് ഇംപ്ലാന്റഡ് ഓവർ ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി. നമ്മുടെ നോർമൽ പ്രഗ്നൻസിയിൽ, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് അഡ്വാൻസ് ചെയ്യുന്ന ഒരു അമ്മയിൽ എങ്ങനെയായിരിക്കും യൂട്രസിൽ പ്ലാസന്റ ഇരിക്കുക? നമ്മൾ പറഞ്ഞു, പ്ലാസന്റ എപ്പോഴും ഇരിക്കുന്ന എവിടെയായിരിക്കും? ഫോം ചെയ്യുന്നത് അപ്പർ സെഗ്മെന്റിലാണ്, അല്ലെ? അതൊക്കെ ഒരു കാരണം, കുഞ്ഞ് താഴോട്ടാണ് വരേണ്ടത്, കുഞ്ഞിനെ അത് കംപ്രസ് ആകും, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആൾ എവിടെ പോയിരിക്കുന്നത്? നേരെ മുകളിലത്തെ നിലയിൽ, നമ്മുടെ അപ്പർ സെഗ്മെന്റിലാണ് ഇരിക്കുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ആൾ എന്ത് ചെയ്യും? നേരെ താഴത്തെ നിലയിൽ വന്നിരിക്കും. എന്ന് വെച്ചാൽ ബൈ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി. ചിലപ്പം ഇടയ്ക്ക് പകുതി മുകളിലും പകുതി താഴെയായിട്ടിരിക്കും, ചിലപ്പോൾ കംപ്ലീറ്റ്ലി വന്ന് താഴത്തെ നിലയിൽ ഇരുന്ന് കളയും. അങ്ങനെ കളഞ്ഞാൽ നമുക്ക് താഴത്തെ നില തുറന്ന് കുഞ്ഞിനെ ഇറങ്ങി വരാൻ പറ്റുമോ? ഇല്ല, അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് പ്ലാസന്റ പ്രിവിയ. It accounts to about 35% of the placental bleeding cases, and incidence is about 0.5 to 1%. Mostly multiparisiലാണ്, and those aged above 35 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരുടെ പ്രഗ്നൻസിയിലാണ് കൂടുതലായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇനി എറ്റിയോളജി, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡ്രോപ്പിംഗ് ഡൗൺ തിയറി. ഡ്രോപ്പിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പ്ലാസന്റ പ്രിവിയ ഈസ് ഫോംഡ് വെൻ ദ ഫെർട്ടിലൈസ്ഡ് ഓവം ഡ്രോപ്സ് ഡൗൺ ആൻഡ് ഗെറ്റ്സ് ഇംപ്ലാന്റഡ് ഇൻ ദ ലോവർ സെഗ്മെന്റ്. സെൻട്രൽ പ്ലാസന്റ പ്രിവിയ, ഇപ്പൊ നമ്മൾ ഇനി പഠിക്കുമ്പോൾ ലാറ്ററൽ, മാർജിനൽ, സെൻട്രൽ എന്നൊക്കെ പഠിക്കും. സോ സെൻട്രൽ പ്ലാസന്റ പ്രിവിയ ഉണ്ടാകുന്നത്, ഇതൊക്കെ തിയറീസ് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ്? When the fertilized ovum, നമ്മുടെ ഓവം ഒക്കെ ഫെർട്ടിലൈസ് ആയി, drops down and gets implanted in the lower segment. നേരെ അപ്പർ സെഗ്മെന്റിൽ ഇരിക്കുന്നതിന് പകരം ഓവം എങ്ങോട്ടാ വന്നത്? നേരെ നമ്മുടെ ലോവർ സെഗ്മെന്റിലേക്ക് പോകുന്നു. ദിസ് ഹാപ്പൻസ്, എന്തുകൊണ്ടാണ് ലോവർ സെഗ്മെന്റിൽ പോയത്? ഡ്യൂ ടു പുവർ ഡെസിഡുവൽ റിയാക്ഷൻ ഇൻ ദ അപ്പർ യൂട്രൈൻ സെഗ്മെന്റ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഓവം വന്ന് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് വന്ന് നോക്കുമ്പോൾ മുകളിലത്തെ മുറിയൊന്നും എന്ത് ചെയ്ത് ഒരിക്കലും ഒന്നും വെച്ചിട്ടില്ല.
എൻഡോമെട്രിയം പ്രോപ്പറായിട്ട് ഡെസിഡ്യൂ ആയിട്ട് അവിടുത്തെ ഡെസിഡ്യുവൽ റിയാക്ഷൻ ഒന്നും ശരിയല്ല, നമുക്ക് അവരുടെ ഒരു സ്വീകരണം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. നേരെ എന്ത് ചെയ്തു, നേരെ താഴത്തെ നിലയിലേക്ക് പോയി അങ്ങ് ഇരിക്കുകയാണ് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ഓവം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൺ തിയറി. ആൻഡ് പെർസിസ്റ്റന്റ് കോറിയോണിക് ആക്ടിവിറ്റി കൂടുതലായിട്ട് ഇൻക്രീസ്ഡ് അളവിലും വേണ്ട രീതിയിൽ കൂടുതലായിട്ട് കോറിയോണിക് ആക്ടിവിറ്റി ഉള്ള സമയത്ത് നമ്മുടെ placenta will be in the lower segment. Then defective decidua where the chorionic villi spreads over a wide area to get nourishment. നമ്മുടെ ഡെസിഡ്യൂ ആണല്ലോ നമ്മുടെ എൻഡോമെട്രിയം ഇൻ ദ പ്രഗ്നൻസി. അപ്പൊ അവരാണ് ന്യൂട്രീഷ്യൻസിലൊക്കെ. അപ്പം ഡിഫക്റ്റീവ് ഡെസിഡ്യൂ പ്രോപ്പറായിട്ട് ഫോം ചെയ്തിട്ടില്ല. സോ കോറിയോണിക് വില്ലയ്ക്ക് എന്ത് ചെയ്യണം, കോറിയോണിക് വില്ലയെ കുറെ സ്പ്രെഡ് ചെയ്താലേ എന്ത് പറ്റത്തുള്ളൂ, കുറെ അങ്ങോട്ട് വളർന്ന് അവിടെ ഇവിടെയൊക്കെ പോയി ബ്ലഡ് സപ്ലൈക്കൊക്കെ പോയി അന്വേഷിച്ച് നടക്കേണ്ടി വരും. സോ അവരുടെ സ്പ്രെഡിങ് വില്ലയെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കിടക്കും. സോ പ്ലാസെന്റ ഓഫ് കോഴ്സ് നാച്ചുറലി അതും എന്താകും, സ്പ്രെഡ് ചെയ്ത് യൂട്രസിന്റെ ഓൾമോസ്റ്റ് ഒരു 3/4 ഏരിയ പോലും കവർ ചെയ്ത് ചിലപ്പോൾ കിടക്കേണ്ടതായിട്ട് വരും. സോ അതൊക്കെയാണ് നമ്മുടെ എറ്റിയോളജി എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമുക്ക് പ്ലാസെന്റ പ്രിവ്യ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ദെൻ ബിഗ് സർഫസ് ഏരിയ ഓഫ് ദ പ്ലാസെന്റ വലുതാണെങ്കിൽ മുകളിലത്തെ നിലയിൽ മാത്രമേ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. സോ ട്വിൻസിലും ഒക്കെ പ്ലാസെന്റ ഒത്തിരി വലുതായിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് പറ്റും, അത് താഴത്തേക്കുള്ള ലോവർ സെഗ്മെന്റിലേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ മൾട്ടിപാരിറ്റി, ഓഫ് കോഴ്സ് നമ്മൾ മൾട്ടിപാരിറ്റിയിൽ വരാം. അഡ്വാൻസ്ഡ് മറ്റേണൽ ഏജ്, അമ്മയുടെ വയസ്സ് 35 കൂടുതലുള്ള പ്രഗ്നൻസി ആണെങ്കിൽ, 35 വയസ്സിൽ കഴിയുമ്പോഴുള്ള പ്രഗ്നൻസി ആണെങ്കിൽ. ദെൻ സ്മോക്കിംഗ്, സിഗരറ്റ് സ്മോക്കിംഗ് ഉള്ള അമ്മമാരിലാണെങ്കിൽ പ്ലാസെന്റ ഗെറ്റ്സ് ഹൈപ്പർട്രോഫി ടു കോമ്പൻസേറ്റ് കാർബൺ മോണോക്സൈഡ് ഇൻഡ്യൂസ്ഡ് ഹൈപ്പോക്സിമിയ. അപ്പൊ നമുക്ക് ഓൾറെഡി സിഗരറ്റ് സ്മോക്കിംഗ് ആണ്, നമുക്ക് ഹൈപ്പോക്സിക് ആവും ഡ്യൂ ടു കാർബൺ മോണോക്സൈഡ്. അപ്പൊ എന്ത് ചെയ്യും, അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, പ്ലാസെന്റ ഹൈപ്പർട്രോഫീഡ് ആവും. ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം കൂടുകയാണ്. അപ്പം അതിന് ലോവർ സെഗ്മെന്റിൽ മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ല, അതെന്ത് ചെയ്യും, പതുക്കെ താഴത്തെ സെഗ്മെന്റിലോട്ടൂടെ സ്ഥലം തപ്പി വരും. ദെൻ പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ ഓർ എനി യൂട്രൈൻ സ്കാർസ്, എന്തെങ്കിലും പ്രീവിയസ് ആയിട്ട് നമുക്ക് ഓപ്പറേഷൻസോ അല്ലെങ്കിൽ CS-ന്റെ സ്കാറോ അല്ലെങ്കിൽ യൂട്രസിന് എന്തെങ്കിലും സ്കാർ ഉണ്ടെങ്കിൽ അത് വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ആ സ്കാറിൽ പറ്റിപ്പിടിച്ചങ്ങ് വളരുകയും ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഭാർ വിട്ടിട്ട് വേറെ താഴോട്ട് പോവുകയും ചെയ്യും. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് നമുക്ക് പ്ലാസെന്റ പ്രിവ്യ വരുന്നത്.